അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസും ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരും തമ്മിൽ തർക്കം. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് അറസ്റ്റ് ചെയ്തതാണ് തർക്കത്തിന് കാരണം. പോലീസുകാർ മർദ്ദിച്ചെന്ന് പ്രവർത്തകർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഡിവൈഎസ്പിയുടെ ഉറപ്പ്. മനീഷ് മഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ടാണ്. ഇന്ന് വൈകിട്ട് കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഒരു സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഇവരെ ജാമ്യത്തിലിറക്കി. പക്ഷെ വാഹനം വിട്ടു നൽകില്ല എന്ന നിലപാട് പോലീസ് എടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് ചില സിപിഎം പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ വാഹനം ഇറക്കുന്നത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ അവിടെ കരൂർ ബ്രാഞ്ച് സെക്രട്ടറി അജയ്നെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. പിന്നീട് അവിടെ അമ്പലപ്പുഴ MLA എച്ച് സലാമിന്റെ സ്റ്റാഫിൽ പെടുന്ന ആളുകൾ, സ്റ്റാഫ് അംഗമായിട്ടുള്ള അജ്മൽ ഹസൻ, മറ്റ് സിപിഎം പ്രവർത്തകർ അവിടെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നീട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും സിപിഎം പ്രവർത്തകരുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. ഉന്തും തള്ളും ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഇതിൽ പോലീസ് നിലവിൽ ഈ പ്രവർത്തകർക്ക് 4 പേരെ കസ്റ്റഡിയിലെടുത്തു. സംഘം ചേർന്നതിനും ഒപ്പം തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഒക്കെ തന്നെ 2 കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ പോലീസാണ് മർദ്ദിച്ചത്, അകാരണമായി യുവാക്കളെ മർദ്ദിച്ചു, നേതാക്കളെ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് അവർ സ്റ്റേഷൻ മുൻപിൽ പ്രതിഷേധിച്ചു. പിന്നീട് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ, ഒപ്പം തന്നെ അമ്പലപ്പുഴ MLA എച്ച് സലാം ഒക്കെ പോലീസ് സ്റ്റേഷൻ മുമ്പിലെത്തി. അങ്ങനെ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. അങ്ങനെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ ഉടൻ തന്നെ നടപടിയെടുക്കും, അടിയന്തരമായ നടപടിയെടുക്കും, അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പിന്മേലാണ് പിന്നീട് ഈ പ്രവർത്തകരെ 4 പേരെ വിട്ടയച്ചു എന്നുള്ള വിവരമാണ് അറിയുന്നത്. പോലീസ് മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.